എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗൈസ്. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി വന്നിട്ടുണ്ട്. നമ്മുടെ അതിഥിയാണ് ഗൈസ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീഡിയോയിൽ കാണിച്ചായിരുന്നു. ഇപ്പൊ അത് വീട്ടിലെ അടുത്ത് ഞങ്ങളോടൊക്കെ ഇണങ്ങി തുടങ്ങി. ഇത് കണ്ടോ, ക്യാമറേനെ ചെറിയൊരു പേടി. ഒരു കുഴപ്പമില്ല, 3 കുഞ്ഞുങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ കുഞ്ഞുങ്ങള് ജീപ്പിന്റെ അടിയിൽ കയറി ഇരിപ്പുണ്ട്. എഞ്ചിനിലല്ലോ, എന്റെ അടിയിലത്തെ വയറിലൊക്കെ ആരുടെയാന്ന് അറിയത്തില്ല. 2-3-4 ദിവസമായി. ഇപ്പൊ ഇത് എവിടെയാ പ്രസവിച്ചതെന്നൊന്നും അറിയത്തില്ല. വീടിന്റെ ടെറസിലാണോ എന്തൊന്നും അറിയത്തില്ല. ഇപ്പൊ ഈ തള്ളപ്പൂച്ചേനെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിന്റെ ചുറ്റിപ്പറ്റിയിലൂടെയൊക്കെ നടക്കുന്നത്. ഞങ്ങൾ ചെറിയ ഇടയ്ക്ക് ചിലപ്പോൾ തീറ്റയെ കൊടുക്കുമായിരുന്നു. പക്ഷേ പേടിയായതുകൊണ്ട് എപ്പോഴോ രാത്രിയിലൊക്കെ വന്ന് കഴിക്കുമായിരുന്നു. പക്ഷേ എന്തായാലും ഈ 2 ദിവസം മുമ്പ് 3 കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ വന്നു. ഇനി ഞങ്ങൾ കണ്ട പൂച്ചയാണോ ഇത് പുതിയതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും അപ്പച്ചൻ ഇരിക്കുന്ന കസേരയിൽ വന്ന് ഇന്നലെ രാവിലെ തൊട്ട് അവിടെ തൊട്ട് ഇരിക്കുക. അപ്പം കുഞ്ഞുങ്ങളെ ആയിട്ട് പാല് കൊടുക്കുന്നതൊക്കെ ടെറസിന്റെ മണ്ടയിലായിരുന്നു. പിന്നെ ഞങ്ങള് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ടെറസിന്റെ മണ്ടയിലായിരുന്നു. പിന്നെ ഞങ്ങൾ എപ്പോഴും പോയി ശല്യം ചെയ്യുന്നോണ്ട് ഇവരൊക്കെ എപ്പോഴും പോയി മേളിൽ നോക്കുന്നോണ്ട് അത് അവിടുന്ന് സ്ഥലം മാറ്റി ഇപ്പം വേറെ ഏതോ സ്ഥലത്താണ്. ഇപ്പോഴത്തെ ഞങ്ങളോട് നന്നായിട്ട് ഇണങ്ങി, ഒരു കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. ഇന്ന് രാവിലെ ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നപ്പം എടുക്കുകയൊക്കെ ചെയ്തു. എടുത്ത് ഇവൾക്ക് കുഴപ്പമില്ല. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര പേടി. കുഞ്ഞുങ്ങൾ നമ്മളെ കാണുമ്പോൾ തന്നെ ഓടിപ്പോകും. എന്തായാലും നല്ല രസം, ഞങ്ങൾക്ക് ഇഷ്ടമാണ് പൂച്ചേനെ. പക്ഷേ ഞങ്ങളുടെ മിട്ടുത്തത്തെ ഉള്ളത് കൊണ്ട് ചെറിയൊരു പേടി. അപ്പം അതിനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്തായാലും പോയില്ലെങ്കിൽ ഞങ്ങളിതിനെ വളർത്തും. തൊട്ട് താഴെയുണ്ട് പൂച്ച. അവരുടെ ആണോ നടത്തുന്നത്, പക്ഷെ അവരുടെ തൊട്ട് താഴെയുള്ള വീടാണ്. അവരാണെങ്കിൽ താഴോട്ട് പോകേണ്ടതാണ്. പക്ഷെ ഇത് രാത്രിയും പകലും ഒക്കെ ഫുൾ ടൈം ഇവിടെ തന്നെ ഉണ്ട്. ഇതിന്റെ കൈക്ക് ഒരു ചെറിയൊരു പരിക്കുണ്ട്. എന്തിന്റെ പോയി അവിടെ എവിടെയോ പോയി അല്ലേടി, എവിടെയോ പോയി എന്തോ ആക്രമിച്ചതോ വേറെ പൂച്ചയായിട്ട് ഫൈറ്റ് ചെയ്തോ എന്തൊക്കെയാന്ന് തോന്നുന്നു. തള്ളപ്പൂച്ചയുടെ കൂടെയായിരുന്നു ഇത്ര നേരം. പക്ഷേ കുറച്ചു നേരമായിട്ട് ജീപ്പിന്റെ അടിയിലൂടെ ഒക്കെ കളിച്ച് നടപ്പുണ്ട്. ഞങ്ങള് 2 ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പൂച്ചയ്ക്ക് ഒരു പേരിട്ടാലോ? കൊച്ചു പേരിട്ടോ. എന്നാ പേരാ ഇടുന്നേ? ഇതിന്റെ അടിയിലുണ്ടെന്ന് തോന്നുന്നു, നോക്കാം. ഇതിന്റെ അടിയിൽ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ കണ്ടില്ല. ഇപ്പൊ കണ്ടില്ല. ചക്കി. അമ്മ ഇട്ടോ ചക്കിന്ന്. നമുക്ക് ഒരു പേരിടാം ഇതിന്. നമുക്ക് എല്ലാവർക്കും കൂടെ നിങ്ങളൊരു കമന്റ് ചെയ്യുന്ന പേര് നല്ല സൂപ്പറായിട്ടുള്ള പേര്. തള്ളയ്ക്കും കുഞ്ഞുങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളാണ്. ഒരെണ്ണം ഒരു ചെമ്പൻ കളർ, ബാക്കി തള്ളപ്പൂച്ചയുടെ തന്നെ കളർ അല്ലേ ജോസൂട്ടാ? ചെമ്പനല്ല, മറ്റേ ഓറഞ്ച് കളർ. ഒരെണ്ണം ഒരു ഓറഞ്ച്. ഇതാണല്ല പെണ്ണ. അപ്പൊ ഞങ്ങളോട് രാവിലെ ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പൊ ഞങ്ങള് തൊട്ടടുത്തുണ്ട്. ഞാനാട്ടോ തൊട്ട് കാണിച്ചു ആദ്യം. ഞാൻ ഇന്നലെ ഒന്ന് തൊട്ട് കാണിച്ചു. എന്നാടി ബാ കണ്ടോ, മീശയൊക്കെ നല്ല അടിപൊളി മീശയൊക്കെ. മീശയെ പിടിച്ച് അടിച്ചുണ്ട്. മീശയുണ്ട് ചാനലിനൊക്കെ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ 3. അപ്പോൾ എന്തായാലും ഇന്നലെ എലിയെ പിടിക്കുന്ന പൂച്ച തന്നെയാന്ന് തോന്നുന്നു. ഇന്നലെ ഞങ്ങൾ ഒരു പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി രാവിലെ കാപ്പി കുടിക്കാൻ നേരത്ത് ഇവള് തള്ളപ്പൂച്ച ഒരു ചെറിയ ഈ ചുണ്ടലി പോലത്തെ ഒരു കുഞ്ഞ് എലീനെയും പിടിച്ചുകൊണ്ട് ഓടി പോകുന്ന കണ്ടു. എന്തായാലും എലിയെ പിടിക്കുന്ന സൈസ് പൂച്ചയാന്ന് തോന്നുന്നു. അല്ലേ, നാടൻ പൂച്ചയായിരിക്കണം. എനിക്കറിയത്തില്ല, പൂച്ചയുടെ ഇനം ഒന്നും അറിയത്തില്ല. സംഗതി ടൈഗറിൻ്റെ പോലത്തെ വരയൊക്കെ ഉണ്ട്. ഇത് ഇനി കാറിൻ്റെ അടുത്ത് അടിയിലുണ്ടോ എന്ന് അറിയത്തില്ല. അവിടെ പോയി നോക്കാം. അവിടെ ഉണ്ടോ? കാറിന്റെ അടി പോയി നോക്കാം. അതിന്റെ അടി കാണത്തില്ല, കണ്ടില്ല. എവിടെയോ ഉണ്ട്, അവിടെ ഇല്ല. അങ്ങനെ കൊട്ടിയ അതിന്റെ അടിയുണ്ടെങ്കിൽ അതിന്റെ കൈക്ക് എന്തോ ഒരു ചെറിയ കുഞ്ഞു പരിക്ക്. മരുന്ന് വെച്ച് കൊടുക്കണോ? അത് ഉണങ്ങിയത് ഞങ്ങളുടെ മിട്ടുത്തത്തേനെ ഒന്നും ചെയ്തേക്കരുത് കേട്ടോ. കണ്ണു പറഞ്ഞേ ഉറക്കമാണോ ഭയങ്കര? രാവിലെ മുതൽ വലിയ ഉറക്കം.
ആ ഇവര് 3 പേരും കൂടി ഇതേ തന്നെ ഒരു തത്തയുണ്ട്, ആ തത്തേനെ നീ കൊന്ന ഞാൻ നിന്നെ കൊല്ലും. തത്തേനെ ഒന്നും ചെയ്തേക്കരുത് കേട്ടോ ഞങ്ങളുടെ കേട്ടോ. അവിടെ കിടന്ന് ഉറങ്ങിക്കോ, അവിടെ ഉറങ്ങും. ഇനി എല്ലാവർക്കും പോവാ. കുറച്ച് കഴിയുമ്പോ കുഞ്ഞുങ്ങള് കയറി വന്നോളൂ കേട്ടോ ഗൈസ്. നമ്മളിപ്പോ ഇരിക്കുന്നോണ്ടാ കുഞ്ഞുങ്ങൾ ഓടിയത്. കുറച്ച് കഴിയുമ്പോ നമ്മള് പോയി കഴിയുമ്പോ അത് ഭയങ്കര പേടിയാണ്. കുഞ്ഞുങ്ങൾ ഞങ്ങളോട് അടുത്തിട്ടില്ല. ഞങ്ങള് കുറച്ച് ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുത്തപ്പോ ആദ്യമേ വന്ന് തിന്നത് ഇതാണ്. ഈ കൂട്ടത്തിൽ ഒരു മറ്റേ വെള്ളയും ഓറഞ്ച് പൂച്ച വന്നിട്ട് അതിന്റെ കൊടുത്തിട്ട് നോക്കാം. അച്ചു ഇന്നലെ പോയി തൊട്ടതല്ലടാ, ടെറസിൽ പോയി അല്ലേ? ടെറസിൽ പോയി തൊട്ട് നോക്കി. ചിലപ്പോ കുഞ്ഞുങ്ങള് വാക്കപ്പുറത്തുണ്ടാവും, ടെറസില്. വാർക്കപ്പുറത്തുനിന്ന് പോയി. അപ്പൊ ഈ തള്ളപ്പൂച്ച പുതിയ രഹസ്യ താവളം പറഞ്ഞിട്ട്. അപ്പൊ ഗൈസ്, നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ പൂച്ചേനെയൊക്കെ ഉണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമാണോ പൂച്ചേനെ എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇതിനെ ഒരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യണം. ഇത് പെണ്ണാണ് ഗൈസ്, ഒരു തള്ളപ്പൂച്ചയും പിന്നെ 3 കുഞ്ഞുങ്ങളുമാണ് ഉള്ളത്. ആ 3 കുഞ്ഞുങ്ങൾക്ക് ഈ വലിയതിനും കൂടെ നിങ്ങൾ പേരിടണം കേട്ടോ. പെണ്ണാണെന്ന് മറക്കല്ലേ കേട്ടോ. കമന്റ് ചെയ്ത് പേരിടണം, എന്നാലേ മനസ്സിലാവുള്ളൂ. അത് നമ്മൾ നല്ല ഒരാള് സജസ്റ്റ് ചെയ്ത ഒരു പേര് ആരാന്നറിയത്തില്ല, ഞങ്ങള് ഒരു നല്ലൊരു പേര് സജസ്റ്റ് ഞങ്ങൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് കണ്ടാൻ വഴി കിട്ടും. ഇതാണ് അവളുടെ ധൈര്യം. അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ. പോട്ടെ, കുഞ്ഞുങ്ങളുണ്ടായിരുന്നു പോവാതെ. സന്ദേശം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ഷെയർ ചെയ്ത് അവരോട് പറയാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പേര് സജസ്റ്റ് ചെയ്യണേ കമന്റില്. ബൈ ബൈ.